CPM നേതാവ് ജേക്സി തോമസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്സി തോമസ്, നമുക്കറിയാം NSSന്റെ നേരത്തെയുള്ള ആ ഒരു സമീപനം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ, പിണറായി സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ നിശിതമായി വിമർശിച്ച മുൻപന്തിയിലുള്ള ഒരു സമുദായ നേതാവാണ് സുകുമാരൻ നായർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് NSS എന്നുള്ള ഒരു പ്രസ്ഥാനവും. പെട്ടെന്നുള്ള ഈ ഒരു നിലപാട് മാറ്റിയപ്പോൾ ശ്രീ ജോർജ് പൊടിപാറ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ വളരെ ദുരൂഹത നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ദുരൂഹത ആരോപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിശക്തമായ ഇടതുപക്ഷ വിരുദ്ധ മനസ്സുള്ള ആളുകളാണ്. കാരണം നിങ്ങൾ പരിശോധിച്ചാൽ മതി, ഇപ്പോൾ കേരളത്തിൽ SNDP ആവട്ടെ, KPMS ആവട്ടെ, NSS ആവട്ടെ, ക്രിസ്ത്യൻ സമുദായ സംഘടനകളാകട്ടെ, മറ്റ് മുസ്ലിം സമുദായ സംഘടനകളാകട്ടെ, ഏതുമാവട്ടെ, ഏത് സമുദായ സംഘടനകളുടെയും സമീപകാല ചരിത്രം രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സമുദായ സംഘടനകൾക്കും ഏതു കാലയളവിലും നിയതമായ ഒരു രാഷ്ട്രീയ ആഭിമുഖ്യം പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതേ NSSന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ തൃശൂർ MPയും കേരളത്തിൽ നിന്നുള്ള യൂണിയൻ ക്യാബിനറ്റ് പദവി അലങ്കരിക്കുന്ന മന്ത്രിയുമായിട്ടുള്ളയാളെ ആ ആസ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടത് നമ്മൾ കണ്ടതല്ലേ അല്പനാളുകൾക്ക് പിറകില്. അതേ സംഘം തന്നെ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവിനെതിരെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെതിരെയും NSS ജനറൽ സെക്രട്ടറി ഇതേ സമയത്ത് തന്നെ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അതിനിശ്ചിതമായ വിമർശനം കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ലേ? ഈ കാര്യം സംസാരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഒരൊറ്റയാളും NSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പടികടന്നെത്തേണ്ടതില്ല എന്ന് പ്രഖ്യാപനം എന്ന പ്രതികരണം ഇതേ NSS ജനറൽ സെക്രട്ടറി അല്പം മാസാന്തരങ്ങൾക്ക് പിറകിൽ നടത്തിയത് ഓർക്കുന്നുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ആ കാര്യങ്ങളെ ആകെ വിലയിരുത്തി പരിശോധിച്ചാൽ NSS ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു സമുദായ സംഘടനകൾക്കും ഏതു കാലയളവിലും ഒരു പ്രത്യക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള നിയതമായ ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ NSS അവരുടേതടക്കായി കരുതുന്ന ഫൈൻ കോർ വിഷയങ്ങളടക്കം അഭിസംബോധന ചെയ്യാൻ, പരിഹരിക്കപ്പെടാൻ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് സമീപനം സ്വീകരിക്കുന്നുണ്ട്. ആ സമീപനങ്ങളിൽ അവർക്ക് തൃപ്തിയുണ്ട് എന്ന പ്രതികരണമാണ് അവർ നടത്തുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. അവർക്ക് സർക്കാരിൽ കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും പല വാക്കുവ്യത്യാസങ്ങളും പല ചതികളും പല കളവുതരങ്ങളും ഉണ്ടായ സമയത്ത് അവരോട് സ്വീകരിച്ച സമീപനങ്ങൾക്കകത്ത് തങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്ന തോന്നൽ NSS ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ വിഭാഗം സമുദായ സംഘടനകൾക്കും എല്ലാ വിഭാഗം മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ആഭിമുഖ്യം NSS ഇപ്പോൾ അതിശക്തമായി പ്രകടിപ്പിക്കുന്നു, SNDP ശക്തമായി പ്രകടിപ്പിക്കുന്നു, മറ്റാളുകൾ അവരവരുടേതായ നിലയിൽ പ്രകടിപ്പിക്കുന്നു. ഇത്ര മാത്രമേ ഇതിൽ കാണാനുള്ളൂ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കടുത്ത ഇടതുപക്ഷ വിരുദ്ധ ബാധ ബാധിച്ചിട്ടുള്ള ആളുകൾക്കിടയിൽ ഇത് അസാധാരണമായി വേറെന്തോ കാര്യങ്ങളുടെ ഇപ്പോൾ എനിക്കറിയില്ല, എനിക്ക് മുമ്പ് സംസാരിച്ച ആളാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തോ ഡീലിനെയൊക്കെ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള ഡീലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. വ്യക്തിപരമായ ഡീലാണോ, സാമുദായികമായ ഡീലാണോ, അതോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജോലിയെ സംബന്ധിച്ചുള്ള ഡീലാണോ? ഇതൊരു ഡീലിന്റെയും പ്രശ്നമല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ ആ കാര്യത്തിലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ പൊതുകാര്യ പ്രസക്തമായി കേരളത്തിൽ ആരുയർത്തിയ വിഷയങ്ങളിലും, അത് സമുദായ സംഘടനയാവട്ടെ, സാംസ്കാരിക സംഘടനയാവട്ടെ, സാധാരണക്കാരായ മനുഷ്യരാവട്ടെ, ഇതിലൊന്നും പെടാത്തവരാവട്ടെ, അവരൊക്കെ ഉയർത്തിയ വിഷയങ്ങൾക്കകത്ത് അങ്ങേയറ്റം അന്തസ്സുറ്റ സമീപനം, മാന്യമായ പരിഗണന കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൽ വർദ്ധിച്ചു വരുന്ന പിന്തുണയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതിൽ ഹാൽ ഇളകുന്നവരോട് നമസ്കാരം പറയുക മാത്രമാണ് നിവൃത്തിയുള്ളത്.